എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അയല മുളകിട്ട മീൻകറിയാണ്. ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ ചോറുണ്ണാനായിട്ട് ഈ ഒരു ഒറ്റ കറി തന്നെ മതിയാകും. വളരെ സിമ്പിളാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പവുമാണ്. ഇന്നത്തെ ഈ ഒരു മുളകിട്ട മീൻകറി ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അയല വെച്ചിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ അയലയ്ക്ക് പകരമായിട്ട് ഏതൊരു മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു കറി തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് മീൻകറിയൊക്കെ പാചകം ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അതേ ഒരു രീതിയിൽ പാചകം ചെയ്യുവാണെങ്കിൽ നല്ല സ്വാദോടു കൂടി തന്നെ കറി തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് അയല മുളകിട്ട കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് അയല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചേരുവകളൊക്കെ എടുത്തു വയ്ക്കാം. എനിക്കിപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് അല്പം ചെറിയ അയലയാണ്. നിങ്ങൾക്കിപ്പോൾ വലിയ അയലയാണെങ്കിൽ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് വേണമെങ്കിൽ കറി തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെയാണ് കറി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ മീനൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കറിയിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാം അളവിലാണ് ഉള്ളി എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ബോൾ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കരുത്. കല്ലിലിട്ട് ചതച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോ നിങ്ങൾക്ക് മിക്സിയുടെ ജാറാണ് ഉള്ളതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഇടികല്ലിലൊക്കെ വെച്ചിട്ട് ചതച്ചെടുക്കുമ്പോഴാണ് കറിയുടെ രുചി കൂടുന്നത്. നിങ്ങൾക്കിപ്പോ അങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് തന്നെ ചതച്ചെടുത്തോളൂ. നമ്മളിന്ന് 1 കിലോ അയല മീൻ കറി തയ്യാറാക്കി എടുക്കാനുള്ള ചേരുവകളാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ചേരുവകളും ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുടംപുളിയാണ്. കുടംപുളി നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇത്രയും ആയാൽ ഉടൻ തന്നെ നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി കറി തയ്യാറാക്കി എടുക്കാനുള്ള ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചതച്ച ചേരുവകൾ ചേർക്കാം. ഇതെല്ലാം നല്ലതായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് വീണ്ടും ഇളക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം തന്നെ ഇളക്കിയെടുക്കാം. ഉള്ളി വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികളൊന്ന് നനച്ച് വെക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിലും പകുതിയായിട്ട് ഉലുവപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള പൊടികളും കൂടെ ചേർക്കാം. പൊടികൾ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അങ്ങനെ മസാലകൾ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഈ ഒരു വഴറ്റുന്ന മസാലകൾ നല്ല പോലെ തന്നെ മൊരിഞ്ഞു വരുമ്പോഴാണ് കറികൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ മുളക് മൊരിയാതെ ഒരിക്കലും കറി തയ്യാറാക്കി എടുക്കരുത് കേട്ടോ. കാരണം മുളകൊക്കെ മുരിഞ്ഞ് പാകമായി വരുമ്പോഴാണ് കറികളുടെ ആ ഒരു രുചിയും അതുപോലെ കറി കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുന്നത്. മുളക് നല്ലോണം മുരിയാൻ തുടങ്ങുമ്പോഴേക്കും മുളകെല്ലാം നല്ലവണ്ണം ഒന്ന് ഉരുണ്ട് വരുന്ന പാകത്തിലേക്കായി വരും. ഞാൻ പല വീഡിയോയിലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ഞാനിത് ആവർത്തിച്ച് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിനായിട്ട് നിങ്ങൾ പൊടികൾ നേരിട്ട് തന്നെ ചട്ടിയിലേക്ക് ചേർക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറിക്ക് ഗ്രേവി വളരെ കുറവായിരിക്കും. നല്ല കുറുകിയ ചാറിൽ കറി തയ്യാറാക്കി എടുക്കാൻ സാധിക്കില്ല. ഈ ഒരു രീതിയിലാണെങ്കിൽ നല്ല കൊഴുത്ത ഗ്രേവിയാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മുടെ മുളക് ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. മുളകൊക്കെ ഇപ്പോൾ മുരിഞ്ഞ് നടുഭാഗത്തേക്ക് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ആദ്യമേ ഒഴിച്ചു കൊടുക്കേണ്ടത്. പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ചാറിന്റെ കട്ടിക്കനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കറിയുടെ ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് നമ്മൾ കുറഞ്ഞ അളവിലാണ് ചേർത്തിട്ടുള്ളത്. കുറച്ചും കൂടി നമുക്ക് കറിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരപ്പൊക്കെ നല്ലവണ്ണം തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. കറി ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം.
അരപ്പൊക്കെ നല്ലവണ്ണം തന്നെ തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി വരട്ടെ. അങ്ങനെ നമ്മുടെ മീൻകറിയുടെ ചാറ് തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കറി ഇതുപോലെ ഒന്ന് അടി ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഉള്ളിയെല്ലാം കൂടുതൽ ചേർത്ത് കറി തയ്യാറാക്കുന്നത് കൊണ്ട് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. പുളി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തിയൊക്കെ കറിയിലേക്ക് ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കറിയിലേക്ക് പുളിയെല്ലാം ഇറങ്ങി കിട്ടും. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ കറിയിലേക്ക് ഇതുപോലെ ഒന്ന് നീക്കി വെച്ച് കൊടുക്കുക. മീനെല്ലാം ചാറിലേക്ക് ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക. മീൻ ചേർത്ത് കൊടുത്തിട്ട് കറി നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് മീൻകറി ഒന്ന് മൂടി വെച്ച് വേണം തിളപ്പിച്ചെടുക്കാൻ. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചുകൂടെ വെച്ചു കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് അടി ഇതുപോലെ ഒന്ന് ചേർത്തിളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കറി അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. മീനൊക്കെ ഒന്ന് വേവായി കിട്ടാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം കൂടെ കറി മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വേണം ചുറ്റിച്ച് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. മീൻ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അധികമൊന്നും വേവില്ല. ഒരു 10 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യം വരുന്നത്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് കറിയിലേക്ക് അത്യാവശ്യം ചാറൊക്കെ ഉണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് കീറിയതിന് ശേഷം ചേർക്കുക. പിന്നെ കറിവേപ്പിലേക്ക് നിങ്ങളുടെ കൈവശം ഉള്ളതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. കറിവേപ്പിലൊക്കെ ചേരുമ്പോൾ കറിക്കൊരു പ്രത്യേക സ്വാദാണ് ഉള്ളത്. അതുകൊണ്ടാണ് കറിവേപ്പില ചേർക്കുന്നത്. ഇനി കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടിയുടെ ആ ഒരു ചെറിയ ചൂടൊന്ന് കുറയുമ്പോഴായിരിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള അയല മുളകിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.